ഞാൻ ഇന്ന് മാനേജറിയൽ എക്കണോമിക്സിൽ മൊഡ്യൂൾ 4 ആണ് എടുക്കുന്നത്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ അത്. മൊഡ്യൂൾ 4 നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റ് ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, ഒളിഗോപ്പൊളി, ഡുവോപ്പൊളിയൊക്കെ പറ്റി പഠിക്കുന്ന പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളി, കിങ്ഡ് ഡിമാൻഡ് കർവ്, മോണോപ്പൊളി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇറ്റ്സ് കണ്ടീഷൻസ് ആൻഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. നമുക്ക് എന്താണ് മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് വെച്ചാൽ ബൈയിങ്ങും ഉണ്ട്, സെല്ലിങ്ങും ഉണ്ട്. ആ പ്രോസസ് നടക്കുന്ന മാർക്കറ്റിലാണ്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഡെഫിനിഷൻ: എ മാർക്കറ്റ് ഈസ് എ സെറ്റ് ഓഫ് കണ്ടീഷൻ അണ്ടർ വിച്ച് സെല്ലേഴ്സ് ആൻഡ് ബയ്യേഴ്സ് സെൽ ആൻഡ് ബൈ എ കമോഡിറ്റി. നമ്മൾ ഒന്ന് വിറ്റു ഒന്ന് വാങ്ങുന്നു, അങ്ങനെയാണ് മാർക്കറ്റ്. ലേലം വരെ വിളിക്കാൻ പറ്റുന്നതാണ് മാർക്കറ്റ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ഫേംസ് who are in contact with one another for the purpose of buying and selling some commodity. മാർക്കറ്റ് സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കിയാലോ. മാർക്കറ്റ് സ്ട്രക്ചർ: ഐഡൻറ്റിഫൈ ഹൗ എ മാർക്കറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ടേം, the number of firms in the industries, the nature of the product produced, nature അനുസരിച്ച് ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ച്, the degree of monopoly power each firm has, the degree to which the firm can influence price, പിന്നെ പ്രോഫിറ്റിൻ്റെ ലെവൽ, firms behavior, pricing strategies, non-price competition, output levels, the extent of barriers to entry, the impact on efficiency ആണ് മാർക്കറ്റ് സ്ട്രക്ചറിൽ വരുന്നത്. നമുക്ക് എന്തായാലും മാർക്കറ്റ് സ്ട്രക്ചർ വരുമ്പോൾ മോർ കോമ്പറ്റീറ്റീവ്, ഫ്യൂർ ഇംപെർഫെക്ഷൻസ് വരുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്യുവർ മോണോപ്പൊളി വന്നല്ലോ. ഇവിടെ സെയിം. ലെസ് കോമ്പറ്റീറ്റീവ് വരുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്യുവർ മോണോപ്പൊളിയാണ് കാണിച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്യുവർ മോണോപ്പൊളിയിലേക്ക് പോകും. ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഇംപെർഫെക്ഷൻ, ലെസ് കോമ്പറ്റീറ്റീവ്. എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ? നമുക്കൊന്ന് നോക്കിയാൽ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, ഡുവോപ്പൊളി, മോണോപ്പൊളി, പ്യുവർ മോണോപ്പൊളി. The further right on the scale, the greater the degree of monopoly power exercised by the firm. Types of markets based on competition: perfect competition, imperfect competition, monopolistic competition, oligopoly, monopoly. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ? ഒരു എക്സ്ട്രീമിൽ അകത്ത് വരുന്ന മാർക്കറ്റ് സ്ട്രക്ചറാണ്. വൺ എക്സ്ട്രീം ഓഫ് ദ മാർക്കറ്റ് സ്ട്രക്ചർ സ്പെക്ട്രം. ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കിയാൽ: large number of firms, products are homogeneous, consumers has no reason to express a preference for any firm, freedom to entry and exit into and out of the industry, firms are price takers, have no control over the price they charge for their product, each producer supplies a very small proportion of total industry output, consumers and producers have perfect knowledge about the market. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഗ്രാഫോ കോസ്റ്റ് റവന്യൂ ഉണ്ട്, ഔട്ട്പുട്ട് സെയിൽസ് തന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു കർവ് MC കൊടുത്തിട്ടുണ്ട്, ഒരു കർവ് AC കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു കർവ് P=MR=AR എന്ന് പറഞ്ഞാൽ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. മറക്കരുത്. അറ്റ് output the firm is making normal profit. This is a long run equilibrium position. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരുമ്പോൾ കോസ്റ്റ് റവന്യൂ, ഔട്ട്പുട്ട് സെയിൽസ്, അബ്നോർമൽ പ്രോഫിറ്റ് P=MR=AR. അടുത്ത P1=MR1=AR1. അതിൽ നിന്നൊരു കർവ് MC പോകും, താഴെ MC വന്ന് പിന്നെ MC1, പിന്നെ AC1. നമുക്ക് നോക്കാം. ആവറേജ് and marginal cost could be expected
to be lower, but price in the short run remains the same. Increases price will fall and the firm will be making normal profit once again. ഇതാണ് ആ ഗ്രാഫ്. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത മോണോപോളിസ്റ്റിക് ഓർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് നോക്കിയാലോ. വേർ ദ കണ്ടീഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡു നോട്ട് ഹോൾഡ്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ will exist. Varying degrees of imperfection give rise to varying market structure. Monopolistic competition is one of these, not to be confused with monopoly. നമുക്ക് എന്താണ് മോണോപോളിസ്റ്റിക് ഓർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ? Characteristics: large number of firms in the industry may have some element of control over price due to the fact they are able to differentiate their product in some way from their rivals. Products are therefore close but not perfect substitutes. Entry and exit from the industry is relatively easy. Few barriers to entry and exit. Consumers and producers knowledge imperfect. Monopolistic imperfect competition. ഫസ്റ്റ് കോസ്റ്റ് റവന്യൂ വന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് സെയിൽസ്, പിന്നെ ഒരു 0.0 എന്ന് മാർക്ക് ചെയ്ത് Q1 മാർക്ക് ചെയ്ത് അബ്നോർമൽ പോയിൻറ്റ് 1.0. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു MR വരും, പിന്നെ MC വരും, പിന്നെ AC വരും, D വരും. നമുക്ക് നോക്കിയാലോ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അത്. ഇഫ് ദ firm produces O1, this is a short run equilibrium position for a firm, a monopolistic market structure. A Q in abnormal profit shaded area. Abnormal profit shaded area ലാണ് ഔട്ട്പുട്ട് ലോവറിങ് പ്രൈസ്. ഇവിടെ വരുമ്പോൾ വില കുറയും. മോണോപോളിസ്റ്റിക് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് because there is relative freedom of entry and exit into the market. New firms will enter encouraged by the existence of abnormal profits. New entrants will increase supply, causing price falls. The AR and MR curves shift inwards as revenue from each sale is now less. ഇവിടെ വരുമ്പോൾ സെയിൽ കുറയുന്നതായിട്ടാണ് ഈ കർവുകൾ കാണിച്ചേക്കുന്നത്. ഇവിടെയും ഈ ഗ്രാഫുകളാണ് ഈ ഗ്രാഫുകൾ. മോണോപോളിസ്റ്റിക് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അബൌട്ട് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ may reflect a wide range of market, not just one point on a scale. Reflects many degrees of imperfection. Examples: monopolistic imperfect competition, restaurants, plumbers, electrician, local solicitors, private school, plant hair firms, insurance brokers, health clubs, hairdressers, funeral directors, estate agents, dam proofing control firms. And monopolistic imperfect competition. In each case there are many firms in the industry. Each can try to differentiate its products in some way. Entry and exit to the industry is relatively free. Entry ഉണ്ട്, എക്സിറ്റ് ഉണ്ട്, റിലേറ്റീവ്ലി ഫ്രീ ആണ്. അത്രയേ ഉള്ളൂ. Consumers and producers do not have perfect knowledge of the market. The market may indeed be relatively localized. Can you imagine trying to search out the details, prices, reliability, quality of service, etc. for every plumber in the UK in the event of an emergency? Oligopoly. രണ്ട് പേർ ചേർന്നുള്ള competition between the few. May be a large number of firms in the industry, but the industry is dominated by a small number of very large producers. ചെറിയ ഫേംസ് ആണ്, അവിടെ ലാർജ് പ്രൊഡ്യൂസേഴ്സ് കൂടുതലായിരിക്കും. അതാണ് ഒളിഗോപ്പൊളി. കോൺസെൻട്രേഷൻ റേഷ്യോ, ദ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ മാർക്കറ്റ്സ് സെയിൽസ് ഹെൽഡ് ബൈ ദ ടോപ്പ് 3, 4, 5 ഫേംസ്. A 4-firm concentration ratio of 75% means
the top 4 firms account for 75% of all the sales in the industry. Examples: music sales. Music sales നോക്കണ്ട BMG, Warner, Sony, Independent, CMI, Universal. The music industry has 5 firm concentration of 75%. Independents make up 25% of the market, but there could be many thousands of firms that make up this independence group. An oligopolistic market structure therefore may have many firms in the industry, but it is dominated by a few large sellers. പറയുന്ന എന്താണ് ഒളിഗോപോളിയുടെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഫീച്ചേഴ്സ് ഓഫ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചറാണ്. പ്രൈസ് മേ ബി റിലേറ്റീവ്ലി സ്റ്റേബിൾ അക്രോസ് ദ ഇൻഡസ്ട്രി. കിങ്ഡ് ഡിമാൻഡ് കർവ് അതിനി പഠിക്കാൻ പോകുന്ന. പൊട്ടൻഷ്യൽ ഫോർ കൊല്യൂഷൻ. ബിഹേവിയർ ഓഫ് ഫേംസ് അഫക്റ്റഡ് ബൈ വാട്ട് ദേ ബിലീവ് their rivals might do. Interdependence firms. Goods could be homogeneous or highly differentiated. Branding and brand loyalty may be potent source of competitive advantage. Non-price competition may be prevalent. Game theory can be used to explain some behavior. AC curve may saucer shaped minimum effect scale, high barriers to entry. കണ്ട ഒളിഗോപ്പൊളിയുടെ കർവ് കണ്ടല്ലോ എല്ലാവരും. പ്രൈസും കാണിച്ചിട്ടുണ്ട്, ക്വാണ്ടിറ്റിയും കാണിച്ചിട്ടുണ്ട്. കിങ്ഡ് കർവ് കണ്ട ഇങ്ങനെയാണ് വരുന്നത്. കിങ്ഡ് കർവ് കാണിച്ചിട്ടുണ്ട് പച്ചയും പച്ച കളറിൽ, പിന്നെ അല്ലാതെയും മഞ്ഞയും കൂടി ഇടയ്ക്ക്. ഒളിഗോപ്പൊളി. ദ ഫേം therefore effectively faces a kinged demand, forcing it to maintain a stable or rigid pricing structure. Oligopolistic firms may overcome this by engaging in non-price competition. A relatively inelastic demand curve, change in price, and TR would fall. Duopoly. Market structure where the industry is dominated by 2 large producers. Collusion may be a possible feature. Price leadership by the larger of 2 firms may exist. The smaller firm follows the price lead of the larger one. Highly independent, highly barriers to entry. Carnot model. French economist analyzed duopoly suggested long-run equilibrium would see equal market share and normal profit made. In reality, local duopolies may exist. എന്താണ് മോണോപ്പൊളി? പ്യുവർ മോണോപ്പൊളി എന്താണ്? വെൻ ഓൺലി വൺ പ്രൊഡ്യൂസേഴ്സ് എക്സിസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. ഒരു പ്രൊഡ്യൂസർ മാത്രമേ ആ ഇൻഡസ്ട്രി കാണൂ. ഇൻ റിയാലിറ്റി rarely exist always some form of substitute available. Monopoly exists therefore where one firm dominates the market. Firms may be investigated for examples of monopoly power when market share exceeds 25%. Use term monopoly power with care. Monopoly power refers to cases where firms influence the market in some way through their behavior determined by the degree of concentration in the industry. Influencing prices, influencing output, erecting barriers to entry, pricing strategies to prevent or stifle competition. May not pursue profit maximization. Encourages unwanted entrance to the market, sometimes is seen as a case of market failure. Origin of മോണോപ്പൊളിയുടെ ഒറിജിനാണ് പറയുന്നത്. ത്രൂ ഗ്രോത്ത് ഓഫ് ദി ഫേം, ത്രൂ അമൽഗമേഷൻ, മെർജർ ഓർ ടേക്ക് ഓവർ, ത്രൂ അക്വയറിംഗ് പേറ്റൻറ്റ് ഓർ ലൈസൻസ്, ത്രൂ ലീഗൽ മീൻസ്, റോയൽ ചാർട്ടേഡ്, നാഷണലൈസേഷൻ, wholly owned
PLC. Monopoly. Summary of characteristics of firms exercising monopoly power. Price efficiency. Price could be deemed too high, may be set to destroy competition. Price discrimination possible. Efficiency could be inefficient due to lack of competition. Could be higher due to availability of higher profits. Monopoly. Innovation collusion. Innovation could be high because the promise of high profits possibly encourages high investment in research and development, R&D വരുന്നുണ്ട്. Collusion. Possible to maintain monopoly power of key firms in industry. High level of branding, advertising and non-pricing competition. Monopoly problems with models. Often difficult to distinguish between a monopoly and an oligopoly. Both may exhibit behavior that reflect monopoly power. Monopolies and oligopolies do not necessarily aim for traditional assumption of profit maximization. Degree of contestability of the market may influence behavior. Monopoly is not always bad, may be desirable in some cases, but may need strong regulation. Monopolies do not have to be big, could exist locally. മോണോപ്പൊളിയിൽ കണ്ട മോണോപ്പൊളി പ്രോഫിറ്റ് ഉണ്ട്, IR ഉണ്ട്, MR ഉണ്ട് കാണിച്ചിരിക്കുന്നത് കണ്ട. നമുക്കൊന്ന് നോക്കിയാലോ. ദിസ് ഈസ് ബോത്ത് the short run and long run equilibrium position for a monopoly. The long run as an entry to the market is restricted, not an monopolistic, may aim for profit maximization. Monopoly. Loss of consumer surplus. Cost revenue and output. The higher price and lower price output means of the consumer surplus is reduced, indicated by the grey and shaded area. ഉണ്ടല്ലോ ഈ ഗ്രാഫ് എല്ലാവരും വന്ന് പഠിച്ച് ഇത് വരച്ച് പഠിക്കുക. ഇത് വെച്ച് പഠിച്ച് ഈ ഫേസ് ഹയർ പ്രൈസസ് ആൻഡ് ലെസ് ചോയ്സ് ഇൻ മോണോപ്പൊളി കണ്ടീഷൻസ് കമ്പയർഡ് ടു മോർ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്സ്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ഗ്രാഫ് മോണോപ്പൊളിയുടെ വെൽഫെയർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോസ്റ്റ് റവന്യൂ ഔട്ട്പുട്ട് കണ്ടിട്ടുണ്ട്. മോണോപ്പൊളി ഗെയിൻ ഇൻ പ്രൊഡ്യൂസർ സർപ്ലസ്. സിംബോളിസ്റ്റിക് വിൽ ബെനിഫിറ്റ് from additional producer surplus equal to the grey shaded rectangle. ഇതൊന്ന് വരച്ചെല്ലാവരും പഠിക്കുക. അടുത്ത മോണോപ്പൊളിയുടെ കോസ്റ്റ് റവന്യൂ ഔട്ട്പുട്ട് സെയിൽസ് കൊടുത്തിട്ടുണ്ട്. വെൽഫെയർ ഇംപ്ലിക്കേഷൻസ്. The value of the grey shaded triangle represents the total welfare loss to society, sometimes referred to as the deadweight welfare loss. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇന്ന് എക്കണോമിക്സിൻ്റെ ഒരു ഗ്രാഫെല്ലാം ഇട്ടു നിങ്ങൾക്ക് വേണ്ടി ഞാനിട്ട്. ഇത് വരച്ചെടുക്കുക, പെട്ടെന്ന് വരച്ചെടുത്തോളൂ എല്ലാവരും. ചില ഗ്രാഫുകൾ വിട്ടിട്ടാണ് നിങ്ങളെ ആ ഒരിത് പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തീർത്തതാണ്. എല്ലാവരും ക്ഷമിക്കണം, തീർത്താണ്. imperfect competition ഗ്രാഫാണ്. Because there is relative freedom of entry and exit into the market, firms will enter encouraged by the ends of abnormal profits. ഇത്രേ പറഞ്ഞു എന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എളുപ്പമുള്ള ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ട്, ഇതും പഠിക്കുക. നിങ്ങൾക്ക് കോമൺകാർക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്, ബിടെക്കാർക്കും കൂടി. താങ്ക് യു വെരി മച്ച്. ഇത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ആണിത്. താങ്ക് യു വെരി മച്ച്.